ജീവൻ അപകടപ്പെടുത്തുന്ന തന്നെയായിരുന്നു കോന്നി പയ്യാനവൺ പാറമട അപകടത്തിലെ രക്ഷാദൗത്യം. അതിൽ പങ്കെടുത്ത സംഘാംഗങ്ങളുടെ സർവീസ് ജീവിതത്തിൽ ഇതൊരു അവിസ്മരണീയ ഏട് തന്നെയാകും. ഫയർഫോഴ്സ് സംഘാംഗങ്ങളും NDRF ജീവനക്കാരും ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. തീർത്തും അസാധാരണമായ ഒരു അപകടഘട്ടത്തിൽ അതിസങ്കീർണമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സംഘത്തിൻ്റെ അംഗങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഏറ്റവും പരമപ്രധാനമായ നിമിഷങ്ങളാണ് കടന്നുപോയത്. എത്രത്തോളം റിസ്ക് ആയിരുന്നു ഇതിൻ്റെ പിന്നിട്ട മണിക്കൂറുകൾ? റിസ്ക് എന്ന് സ്റ്റാർട്ടിങ് പോലെ തന്നെ നല്ല റിസ്ക് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് നമ്മളെങ്കിൽ ഒരാളെ അന്നപ്പോൾ നമുക്ക് എത്ര പേരുണ്ടെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇറങ്ങി ഒരാളെ അതിൽ നമ്മൾ എടുത്ത് മാറ്റാൻ പറ്റി. പിന്നെ രണ്ടുപേരുടെ കുടിയും കിടപ്പുണ്ടായിരുന്നു. അതും ഈ JCBയുടെ ഓപ്പറേറ്റർമാർ തന്നെയായിരുന്നു. അവരെ നമ്മൾ രക്ഷപ്പെടുത്തി സുരക്ഷിതമായി താഴെ കൊണ്ടുവന്ന് ഈ 3 പേരെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് വലിയൊരു പാറ ഇടിഞ്ഞ് വീഴുകയും പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റി. പിന്നെ നമുക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നത്. കാരണം പാറ വീണ്ടും ഇളകുന്നു, അല്ലെ ഇങ്ങനെ മണ്ണ് ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ റിസ്ക്കാണ്. ഓരോ ഘട്ടത്തിലും പല പ്ലാനുകൾ മാറ്റേണ്ടി വരുന്നു. മെഷീൻസ് നമുക്ക് കിട്ടാതെ വരുന്നു. പല റോപ്പായാലും കേബിൾ റോപ്പായാലും നമുക്ക് കിട്ടാതെ വരുന്നു. ഓരോ സമയത്ത് പ്ലാനുകൾ മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തായിരിക്കില്ല, പിന്നെ ഒന്ന് മാറ്റുന്നത്. പിന്നെ മറ്റൊരു മെഷീൻ കിട്ടാൻ വരുമ്പോൾ പിന്നെ വേറെ പ്ലാൻ. അങ്ങനെ പല പ്ലാനുകൾ മാറ്റിയാണ് ഇപ്പം ഈ രീതി നമ്മളെല്ലാവരും നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ആൾക്കാർ നിങ്ങൾ കണ്ടല്ലോ, ലാസ്റ്റിൽ അവർ ഇറങ്ങി എടുത്തെങ്കിൽ പോലും അത് വളരെയധികം റിസ്ക് പിടിച്ചൊരു സമയമാണ്. കാര്യം ഓരോ നിമിഷം പോകുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് മതി കയറുവാണ്. കാര്യം അതുപോലെ പേടിയായിരുന്നു എനിക്ക്. ജീവൻ പണയം വെച്ചുള്ള ഒരു നീക്കമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഫയർഫോഴ്സിൻ്റെ നീക്കമെന്ന് പറയുന്നത് ജീവൻ പണയം വെച്ചുള്ള നീക്കമായിരുന്നു. കാരണം 2 പേര് കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരെ എടുക്കാൻ ഇറങ്ങുമ്പോൾ ആ സമയത്ത് പാറ എങ്ങനെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ പോകുന്ന 5-6 പേരുടെ ലൈഫിന് ത്രെട്ട് തന്നെയാണ്. എന്തായാലും ഒരു അപകടം ഉണ്ടാവാതെ ഈ 2 പേരെ നമുക്ക് രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റി. ഒപ്പം തന്നെ ഇതിനകത്ത് അകപ്പെട്ട് പോയി കിടന്ന അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കാൻ നമുക്ക് സാധിച്ചു. അത് വലിയൊരു വിജയമാണ് നമ്മളെ സംബന്ധിച്ച്. അജയുടെ ബോഡി എടുത്ത അമൽ പ്രത്യേകിച്ച് പുറമേ കാണുന്ന രീതിയിലുള്ളൊരു മുറിവോ കാര്യങ്ങളോ ഇല്ല. ജസ്റ്റ് തലയിൽ അടിയിട്ടിട്ടായിരിക്കും എന്നൊരു നിഗമനത്തിലാണ് പ്രാഥമിക നിഗമനത്തിൽ നിൽക്കുന്നത്. കാര്യം മൂക്കിലൂടെയും ചെവിയിലൂടെയും ബ്ലഡ് വന്നൊരു രീതിയിലായിരുന്നു ബോഡി അതിനകത്തുണ്ടായിരുന്നത്. ആ സീറ്റിൽ തന്നെ ആയിരുന്നു. ഇറങ്ങി ഒന്ന് മാറാനുള്ളൊരു ഇതുപോലും കിട്ടിയില്ല. പക്ഷേ മടിയിലും ബാക്കി സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് പാറ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പതുക്കെ ആ പാറകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ആളെ വെളിയിലെടുത്തത്. ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നലത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയായിരുന്നു ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലേക്ക് എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. ആ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ സാബു സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് അതീവ ദുർഘടം പിടിച്ച ഒരു മേഖലയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതായത് നമ്മൾക്ക് വർക്ക് ചെയ്യണം. അതായത് 2 പേര് പാനിക്കായിട്ട് അപ്പുറത്തുണ്ട്. ഒപ്പം കണ്ട ഒരു കാല് കണ്ടു. ആ കാല് കണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് അപ്പോഴേക്കും അപ്പുറത്ത് പോയി നമ്മൾ കൂടെ കൊണ്ടുപോയി ഓപ്പറേറ്റർ സഹായത്താൽ നിലവിലെ ഈ ബോഡിയുടെ മുകളിൽ ഉണ്ടായിരുന്ന പാറക്കല്ല് മാറ്റിയിട്ട് നമ്മൾ ആ ബോഡി എടുക്കുകയും സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. എല്ലാ അപകടഘട്ടത്തിലും രക്ഷാദൗത്യത്തിനും അതോടൊപ്പം തന്നെ തെരച്ചിലിനും ഇറങ്ങിയിട്ടുള്ള സംഘാംഗങ്ങൾ തന്നെയാണ്. പക്ഷേ അവരുടെ സർവീസ് ജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവം ആദ്യമാണ്. അതൊരു സവിശേഷമായ സാഹചര്യമാണ് എന്നത് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.